പോലീസ് സേനയിലെ ക്രിമിനലിസത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ക്രമസമാധാന നില മോശമായ സാഹചര്യത്തിലല്ല. ചെന്താമര ജാമ്യവ്യവസ്ഥ പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. പത്തനംതിട്ടയിലെ മർദ്ദനത്തിലും നടപടിയെടുത്തു. ഒരു പോലീസുകാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് സ്വാഭാവികമെന്നും സംസ്ഥാനത്തേത് ജനകീയ പോലീസാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പോലീസ് നോക്കുകുത്തിയെന്ന് പ്രതിപക്ഷവും ആക്ഷേപം ഉന്നയിച്ചു. എം ഷംസുദ്ദീൻ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിക്കാൻ നിരവധി കാരണങ്ങൾ അദ്ദേഹത്തിന് നിരത്തേണ്ടി വരുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കേരള പോലീസ് എന്നും അത് മെച്ചപ്പെട്ട ഒരു സേനാ വിഭാഗം തന്നെ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വാദിച്ചത്. അങ്ങനെ തന്നെയല്ലേ ടിൻഡുദാസ്? പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ്. മണ്ണാർക്കാട് MLA എൻ ഷംസുദ്ദീൻ നെന്മാറ ഇരട്ട കൊലപാതകത്തിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമവും, പിന്നീട് എറണാകുളം ജില്ലയിലെ DYSP മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിച്ചതും, തുമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതും, കാട്ടാക്കട പോലീസ് സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൃദ്ധയെ വലിച്ചിഴച്ച് കയ്യിൽ നിന്നും പണം പിടിച്ചു പറിച്ചതും, അങ്ങനെ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോലീസ് അക്രമങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിയമസഭയിൽ ഉപക്ഷേപത്തിന് അനുമതി തേടിയത്. പക്ഷേ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിക്കൊണ്ട് ഉപക്ഷേപത്തിന് ചർച്ച വേണ്ട എന്നറിയിക്കുകയാണ്. തുടർന്ന് ഉപക്ഷേപത്തിന് അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു. നമുക്കറിയാം, സമീപകാലത്ത് പോലീസ് സേനയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അക്രമങ്ങളും ജനങ്ങൾക്ക് സുരക്ഷിതയില്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നിരവധി തവണ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് 1.5 മാസത്തോളം നെന്മാറ പഞ്ചായത്തിൽ താമസിക്കുകയും അവിടെ വെച്ച് മരണപ്പെട്ട ഈ കൊലപാതകത്തിൽ മരണപ്പെട്ട ഈ സുധാകരൻ്റെയും അതുപോലെ തന്നെ ഭാര്യയുടെ മക്കൾ അഖില നിരവധി തവണ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ചെന്താമര തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും തങ്ങളുടെ ജീവനിൽ ഭീഷണി ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഈ വിഷയം ചെവിക്കൊണ്ടില്ല. അങ്ങനെയാണ് രണ്ടാമത് ആ ഒരു രണ്ട് കൊലപാതകം, അച്ഛമ്മയും അതോടൊപ്പം തന്നെ അച്ഛനെയും കൊല്ലുന്ന, സുധാകരനെയും കൊല്ലുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നു. അതിലൊക്കെ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കോടതി ഒരു ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു. ജാമ്യവ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് കോടതിയാണ്. പോലീസിന് വീഴ്ച ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും ഇത്തരത്തിൽ വീഴ്ച ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അല്ലാതെ ചില പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ ഉപക്ഷേപത്തിന് മറുപടിയായിട്ട് സംസാരിക്കുന്ന സമയത്തും വളരെ ലാഘവത്തോടുകൂടി പ്രതിപക്ഷത്തെ കളിയാക്കിക്കൊണ്ട് ഉള്ള ഒരു ടോണിലായിരുന്നു അദ്ദേഹം സഭയിൽ ഉൾപ്പെടെ സംസാരിച്ചത്. അപ്പോൾ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ക്രമസമാധാന നില തകരുന്നൊരു സാഹചര്യമില്ല എന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി വാദിച്ചു വെക്കുന്നത്. തീർച്ചയായും നെന്മാറ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നത്. അവിടെ പോലീസിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള നിലയിലാണ്. പക്ഷേ പ്രതിപക്ഷം ഇതിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ഈ വിഷയത്തിന്മേൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും ഇത് അവതരിപ്പിക്കാനുള്ള അനുമതി നിയമസഭയിൽ നിഷേധിക്കുകയുമാണ് ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിയമസഭയിൽ നിന്നും ടിൻഡുദാസ്.